പണ്ട് പണ്ട് വലിയൊരു പടുകൂറ്റൻ മരത്തിന് ചുവട്ടിൽ ഒരു കുഞ്ഞനുറുമ്പും കുടുംബവും താമസിച്ചിരുന്നു. കുഞ്ഞനുറുമ്പ് ഭയങ്കര സാമർത്ഥ്യക്കാരനായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളിലും അവൻ പോയി തലയിടും. ഒരു ദിവസം അച്ഛനും അമ്മയും തീറ്റ തേടി പോയ സമയം കുഞ്ഞനുറുമ്പ് പതുക്കെ പുറത്തിറങ്ങി. അവന് മരത്തിൻ്റെ മുകളിൽ കയറാനൊരു മോഹം. അച്ഛനും അമ്മയും വരുമ്പോഴേക്കും പെട്ടെന്ന് മരത്തിൽ കയറിയിറങ്ങാം. അങ്ങനെ അവൻ മരത്തിനു മുകളിലേക്ക് കയറാൻ തുടങ്ങി. ചില്ലകളിലൂടെ നടന്നു നടന്ന് അവൻ ഒരുപാട് ഉയരത്തിലെത്തി കേട്ടോ. ദൂരെ അവൻ ഇതുവരെ കാണാത്ത മലകളും കുന്നുകളും മഴവില്ലും ആകാശത്തിലൂടെ പറക്കുന്ന കിളികളും അങ്ങനെ ഇതുവരെ കാണാത്ത എല്ലാ കാഴ്ചകളും അവൻ കണ്ടു. പതുക്കെ താഴേക്കു നോക്കി. താഴെ ഒരു വലിയ കുളം. അയ്യോ, തല ചുറ്റുന്നു. ഉറുമ്പിന് പേടിയായി. പേടിച്ചു വിറച്ച് കാലിടറി അവൻ താഴേക്കു വീണു. അമ്മേ, രക്ഷിക്കണേ എന്നും പറഞ്ഞ് അവൻ വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിൽ മുങ്ങിയും താണും ഉറക്കെ കരയാൻ തുടങ്ങി. മരത്തിനു മുകളിൽ ഒരു വെള്ളരിപ്രാവ് ഇത് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ ദയ തോന്നി ഒരു ഇല കൊത്തിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഇതു കണ്ട ഉറുമ്പ് പരിശ്രമിച്ചു നീന്തി ഇലയിൽ പിടിച്ചു കയറിയിരുന്നു. അങ്ങനെ ഇലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഉറുമ്പ് കരയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനോട് അവൻ നന്ദി പറഞ്ഞു. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി കേട്ടോ. ഒരു ദിവസം ഒരു വേടൻ കാട്ടിലിറങ്ങി. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും വേടൻ പിടിച്ചു ഭക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം വേടൻ മരത്തിന് അരികിൽ എത്തിച്ചേർന്നു കേട്ടോ. അങ്ങനെ മരത്തിൻ്റെ മുകളിലുള്ള പ്രാവിനെ വേടൻ കണ്ടു. വേടൻ പ്രാവിനെ പിടിക്കാൻ വേണ്ടി ഉന്നം വെച്ചു. അതിശയമെന്ന് പറയട്ടെ, ഈ കാഴ്ച നമ്മുടെ കുഞ്ഞനുറുമ്പ് കാണാനിടയായി. ക്ഷണനേരം കൊണ്ട് ഉറുമ്പ് ഓടി വേടൻ അരികിലെത്തി. എന്നിട്ട് എന്താണ് ചെയ്തതെന്നറിയാമോ കൂട്ടുകാരെ? ചെറിയൊരു ഗ്രാമത്തിൽ കിട്ടുണ്ണി എന്നു പേരുള്ള ഒരു മിടുക്കനുണ്ടായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളിലും മിടുമിടുക്കനായിരുന്നു കേട്ടോ. അവന് അമ്മ ഭക്ഷണം വയറ് നിറയെ കൊടുക്കുമായിരുന്നു. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് അവൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടു മിതമായേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം കിട്ടുണ്ണിക്ക് അമ്മ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായി കൊടുത്തു. പതിവ് പോലെ അന്നും കിട്ടുണ്ണി ഭക്ഷണം പാതി മതിയാക്കി. ഇത് കണ്ട് അമ്മ കിട്ടുണ്ണിയെ ഒരുപാട് വഴക്കു പറഞ്ഞു. പക്ഷേ കിട്ടുണ്ണി എന്താണ് ചെയ്തതെന്നറിയാമോ? കിട്ടുണ്ണി ബാക്കി വരുന്ന ഭക്ഷണമെല്ലാം അയൽപ്പക്കത്തുള്ള ജിമ്മി എന്ന് പേരുള്ള പട്ടിക്ക് കൊടുക്കുമായിരുന്നു. ഒരിക്കൽ കിട്ടുണ്ണിയുടെ അമ്മ ഇതു കണ്ടു. ദേഷ്യത്തോടെ അമ്മ കിട്ടുണ്ണിയെ ഒരുപാട് വഴക്കു പറഞ്ഞു. ജിമ്മി അമ്മയെ കണ്ടതും അവിടെ നിന്ന് ദൂരെ പോയി. കുറേ ദിവസത്തേക്ക് ജിമ്മിയെ കാണാനേ ഇല്ലായിരുന്നു. ഒരു ദിവസം അമ്മ കിട്ടുണ്ണിയെ കടയിൽ സാധനങ്ങൾ വാങ്ങാനായി കാശ് കൊടുത്ത് പറഞ്ഞയച്ചു. കാഴ്ചകൾ കണ്ടുകൊണ്ട് കടയിലേക്ക് പോകുന്നതിനിടെ കിട്ടുണ്ണിയുടെ പണം കയ്യിൽ നിന്നും വീണുപോയി. കിട്ടുണ്ണി കടക്കാരൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കാശു കൊടുക്കാൻ നോക്കിയപ്പോൾ കാശു കാണുന്നില്ല. കടക്കാരനാണെങ്കിൽ കാശിനു വേണ്ടി
കിട്ടുണ്ണിയോട് വഴക്കിടാൻ തുടങ്ങി. കിട്ടുണ്ണി അവിടെ നിന്നും ഉറക്കെ കരയാൻ തുടങ്ങി. കിട്ടുണ്ണിയെ കാണാതായപ്പോൾ അമ്മ കടയിലേക്ക് അവനെയും തിരക്കി വന്നു. കടക്കാരൻ കാശിനായി അമ്മയോടും വഴക്കിട്ടു. അങ്ങനെ അവസാനം കാശില്ലാത്തതിനാൽ വാങ്ങിയ സാധനങ്ങളെല്ലാം തിരികെ കടക്കാരന് കൊടുത്ത് അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? അവരുടെ മുന്നിലായി ജിമ്മി കാശ് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കിട്ടുണ്ണിക്കും അമ്മയ്ക്കും സന്തോഷമായി. കടക്കാരനിൽ നിന്നും സാധനങ്ങളും വാങ്ങി അവർ 3 പേരും തിരികെ വീട്ടിലേക്കു യാത്രയായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ജിമ്മിക്കും അമ്മ ചോറ് കൊടുക്കാൻ തുടങ്ങി. ജിമ്മിക്ക് സന്തോഷമായി. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും വൈകിയാണെങ്കിലും അതിൻ്റെ പ്രതിഫലമുണ്ടാകും.